ഹായ്, നമുക്കിന്ന് ഹാവ്, ഹാസ്, ഹാഡ് ഇതിനെക്കുറിച്ച് പഠിക്കാം. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അതും പ്രകാരമാണ് ഞാൻ ഈ ക്ലാസ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹാവ്, ഹാസ്, ഹാഡ് ശരിക്കും ഹെൽപ്പിംഗ് വെർബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ മെയിൻ വെർബിനെ സഹായിക്കുന്നു. വെർബ് അല്ലെങ്കിൽ നൗണ്, സബ്ജക്റ്റ് ഇതൊക്കെ കേൾക്കുമ്പോൾ പുതിയതായി കേൾക്കുന്ന, ഇപ്പം ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന ആളുകൾക്ക്, വളരെ പ്രൈമറി സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾക്ക് പക്ഷേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം വെർബ് എന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെയാണ്, ക്രിയയാണ് അതിനെയാണ് ക്രിയ അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വെർബ് അതിനെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഈ ആക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചില സമയത്ത് ഈ ഓക്സിലറി വെർബ് തന്നെ മെയിൻ വെർബായിട്ടും വരാറുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ ഹാവ്, ഹാസ്, ഹാഡ് ഓക്സിലറി വെർബായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ മെയിൻ വെർബായിട്ട് വരാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ പല സ്ഥലങ്ങളിലും ഇത് പ്രയോഗിക്കാറുണ്ട്, ഉണ്ട് എന്ന അർത്ഥത്തിൽ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ വാക്ക് ഹാവ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചൊരു ചുരുക്കം ഇത്രയും അറിഞ്ഞിരിക്കും. ഇനി നമ്മൾ കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം. സെൻറ്റൻസുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഉപയോഗം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഹാവ് എന്നതിന് ഉണ്ട് എന്നൊരു അർത്ഥമുണ്ടെന്ന്. അതാണ് കൂടുതൽ സമയങ്ങളിലും ഉണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ ഹാവ് ഉപയോഗിക്കുന്നത്. അപ്പം ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഇവിടെ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് എ കാർ. ഇനി നമുക്ക് മറ്റൊരു സെൻറ്റൻസ് നോക്കാം. ഷീ ഹാസ് എ ക്യാപ്പ്, അവൾക്ക് ഒരു ക്യാപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഐ ഹാവ് എ കാർ എന്ന് കണ്ടു, മറ്റൊരു സ്ഥലത്ത് ഷീ ഹാസ് എ കാർ എന്ന് കണ്ടു. എന്താണ് ഈ ഹാവും ഹാസും വന്നത് എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും ഉണ്ടാകാം. ഇവിടെ നമ്മൾക്ക് ഒരു ഗ്രാമറിൻ്റെ ചെറിയൊരു സെക്ഷനിലേക്ക് നമ്മൾ നീങ്ങേണ്ടതായിട്ടുണ്ട്. അത് വലിയതൊന്നുമില്ല, ചെറുതായിട്ട്. അതായത് ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്ലൂറല്, സിംഗുലർ, ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ബഹുവചനവും ഏകവചനവും. ഓക്കെ, ഇതിൽ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഒരു സെൻറ്റൻസ് കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, അവർക്ക് വളരെ സുന്ദരമായ ഒരു വീടുണ്ട്. അപ്പോൾ ഇവിടെ ദേ ഉപയോഗിച്ചപ്പോൾ ഹാവ് ആണ് ഉപയോഗിച്ചത്, ഷീ ഉപയോഗിച്ചപ്പോൾ ഹാസ് ഉപയോഗിച്ചു. ഓക്കെ, ഐ ഉപയോഗിച്ചപ്പോഴും ഹാവ് ഉപയോഗിച്ചു. ഇപ്പോൾ ഈ ഐയെ നമ്മൾ പ്ലൂറൽ പോലെയാണ് കാണുന്നത്, ദേയും നമ്മൾ പ്ലൂറലായിട്ടാണ് കാണുന്നത്. ഹീ, ഷീ, ഇറ്റ് ഇതെല്ലാം സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. ഇനി ഇത് എന്താണെന്നുകൂടെ ഒരു ചെറിയൊരു ബ്രീഫ് ഞാൻ പറയാം. അതായത് ഏകവചനം, ബഹുവചനം. ഇപ്പം ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് എങ്കിൽ നമ്മളതിനെ ബഹുവചനം, കാരണം അതിൽ ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നതുകൊണ്ട് അതിനെ ബഹുവചനം എന്ന് മലയാളത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മളതിനെ പ്ലൂറൽ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏകവചനം, ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു സാധനം മാത്രമേ ഉള്ളൂ എങ്കിൽ സിംഗുലർ എന്ന് പറയുന്നു. അതിന് നമ്മൾ മലയാളത്തിൽ ഏകവചനം എന്ന് പറയുന്നു. അപ്പം ബഹുവചനവും ഏകവചനവും അല്ലെങ്കിൽ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ ഇത് വരുന്നതിനനുസരിച്ചിട്ട്, ഇത് മാറുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഹാസും ഹാവും മാറുന്നത്. ഇവിടെ ദേ വന്നതുകൊണ്ട് പ്ലൂറലാണ്, ബഹുവചനമാണ്. ദേ എന്ന് വെച്ചാൽ അവർ എന്നാണ് മലയാളത്തിൽ അർത്ഥം. അപ്പം അവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, ബഹുവചനമാണ്. അതുകൊണ്ട് നമ്മളവിടെ ഹാവ് എന്ന് ഉപയോഗിച്ചു. ഇന്ന് ഷീ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, സിംഗുലറാണ്, ഏകവചനമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഏകവചനം, അതായത് ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളവിടെ ഹാസ് ഉപയോഗിച്ചു. ഇത് തന്നെയാണ് ഇതിനകത്ത് ഒരു വ്യത്യാസം. പിന്നെ ഐ എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെയാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു എന്ന് വെച്ചാൽ ഐയെ നമ്മൾ ബഹുവചനത്തെ പോലെ തന്നെയാണ് കാണുന്നത്. യു, അതുപോലെ തന്നെ നിങ്ങൾ എന്ന് നമ്മൾ പറയുന്ന മലയാളത്തിൽ യു എന്ന് എഴുതുന്ന ആ യുവും നമ്മൾ പ്ലൂറലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവിടെ രണ്ട് സ്ഥലത്തിലും നമ്മൾ ഹാവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കുറച്ച് ഗ്രാമറിലേക്ക് പോയെന്നേ ഉള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ച്
കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട. നമ്മളിപ്പം സംസാരിക്കാനാണ് പഠിക്കുന്നത്. ഗ്രാമറിലേക്ക് സ്വാഭാവികമായിട്ടും ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് പോയില്ലെങ്കിൽ അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു സംശയം ഇങ്ങനെ ബാക്കി കിടക്കും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഞാൻ ചെറുതായിട്ടൊന്ന് അത് നികത്തി ടച്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഇനി ഈ ആഹാരം കഴിക്കുക അല്ല ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലായി. എനിക്കൊരു കാറുണ്ട് എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. അവൾക്ക് ഒരു തൊപ്പിയുണ്ട് എന്ന് പഠിച്ചു. ഐ ഹാവ് എ കാർ, ഷീ ഹാസ് എ ക്യാപ്പ് എന്ന് പഠിച്ചു. എന്നാൽ ഇനി ആഹാരം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹാവിനെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളൊരു കപ്പ് ചായ കൊടുത്തു. അദ്ദേഹം സംസാരത്തിനിടയ്ക്ക് ഈ ചായ കുടിക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പം നമ്മൾ അദ്ദേഹത്തെ ഓർപ്പിക്കുകയാണ്, പ്ലീസ് ഹാവ് ഇറ്റ്. ആ ചായ ഒന്ന് കുടിക്കൂ എന്ന് പറയുന്നതിന് ചായ ഒന്നും നമ്മൾ പറയുന്നില്ല, ഒന്ന് എടുത്ത് കുടിക്കൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനാണ് നമ്മളവിടെ ഹാവ് ഉപയോഗിക്കുന്നത്. അപ്പം പ്ലീസ് ഹാവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതെടുത്ത് കുടിക്കൂ എന്ന അർത്ഥം വന്നു. അപ്പം ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിത് ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നു, അതേസമയം തന്നെ ഇത് മെയിൻ വെർബായിട്ടും വരും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് കുറച്ച് ഗ്രാമറിലേക്കാണ് പോകുന്നത്, കാരണം ഇത് പറയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കോംപ്ലിക്കേഷൻ ആക്കരുത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്ലീസ് ഹാവ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഈ ഹാവ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വെർബല്ല, അവിടെ മെയിൻ വെർബാണ്. കാരണം അവിടെ വെർബ് വേറെ ഇല്ല, ക്രിയ വേറെ ഇല്ല. പ്ലീസ് ഹാവ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് എന്ന് പറഞ്ഞതിനകത്ത് ഒരു ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഹാവ് എന്ന് പറഞ്ഞാൽ വെർബ് മാത്രമാണ് അതിന് വരുന്നത്. അവിടെ വേറെ ഒരു ക്രിയ നമുക്ക് കാണാൻ കഴിയില്ല പ്ലീസ് ഹാവ് ഇറ്റ് എന്ന് പറയുമ്പോൾ. അതേസമയം നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് പറയുമ്പോഴത്തേക്ക് അത് വേറെ രീതിയിലാണ് വരുന്നത്. അവിടെ നമ്മൾക്ക് ഈ പറയുന്നത് പോലെ സഹായക ക്രിയയായിട്ട് നമ്മളിതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഹാവ്, ഹാസ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് ദ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും ഈ ഫ്ലുവൻസി കിട്ടും, നല്ലതുപോലെ സംസാരിക്കാനും പറ്റും. ഓക്കെ, താങ്ക് യു.